നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു വർഷത്തെ സമ്പൂർണ്ണ വിഷുഫലമാണ് ഇപ്പോൾ അവതരിപ്പിച്ചു വരുന്നത്. 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള കാലഘട്ടത്തിലെ സമ്പൂർണ്ണ വിഷുഫലവും നക്ഷത്രഫലവുമാണ് പറഞ്ഞു വരുന്നത്. അശ്വതി മുതൽ രോഹിണി വരെയുള്ള നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് മകയിര നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് പറയേണ്ടത്. വിഷുഫലം പറയുമ്പോൾ ദേവതാഫലം, ശൂല, ഷഡ്കാദി ഫലം എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം ഗോചരവശാലുള്ള നക്ഷത്രഫലവും പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ആക്കി വെക്കുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം എൻ്റെ തീർത്ഥയാത്ര എന്ന ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മകയിര നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. മകയിര നക്ഷത്രക്കാർക്ക് ദേവത ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ദേവതാഫലമാണ് പറയേണ്ടത്. മകയിര നക്ഷത്രക്കാർക്ക് ശൂല, ഷഡ്കാദി ഫലങ്ങളിൽ ആദിശൂലമാണ്. അതുകൊണ്ട് തന്നെ ധനനഷ്ടം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. രോഗാപത്തുകൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ധനവ്യയവും ഉണ്ടാകാം. അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് കരുതലെടുക്കുക. ദേവതാഫലത്തിൽ ബ്രഹ്മാവായതുകൊണ്ട് തന്നെ സർവ്വദേവതകളെയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ദോഷപരിഹാരമായി പറഞ്ഞിരിക്കുന്നത്. പറ്റുന്നത്ര ദേവതകളുടെ ക്ഷേത്രത്തിൽ നിത്യം സന്ദർശനം നടത്തുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം മുടക്കാതെ ഇരിക്കുക. മന്ത്രജപത്തിലൂടെയും ക്ഷേത്ര ദർശനത്തിലൂടെയും ദോഷങ്ങളെ ഇല്ലാതാക്കുക. ഇനി നമുക്ക് നക്ഷത്രഫലത്തെ, ഒരു വർഷത്തെ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള നക്ഷത്രഫലത്തെ പരിശോധിക്കാം. മകയിര നക്ഷത്രക്കാർക്ക് വ്യവഹാര കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. സുഹൃത്തുക്കളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന വർഷമാണ്. മേലധികാരികളുടെയൊക്കെ പ്രീതി സമ്പാദിക്കുന്നതാണ്. ഉത്തമ സന്താനപ്രാപ്തിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സന്താന യോഗം ഉണ്ടാകുന്നതാണ്. കൂടാതെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകുന്നതാണ്. ഔദ്യോഗികപരമായിട്ടുള്ള യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂവിലും ഒക്കെ പങ്കെടുക്കുന്ന മകയിര നക്ഷത്രക്കാർക്ക് അതിലൊക്കെ വിജയിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. തൊഴിൽപരമായി അന്യരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വിജയം കൈവരിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. കൂടാതെ മകയിര നക്ഷത്രക്കാർക്ക് ദേഹസുഖം വർദ്ധിക്കുന്നതാണ്. വിവാഹാലോചനയൊക്കെ നടക്കുന്ന മകയിര നക്ഷത്രക്കാർക്ക് അനുകൂല സമയമാണ്. വീട് നിർമ്മാണമൊക്കെ നടക്കുന്ന മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാകുന്ന കാലമാണ്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന മകയിര നക്ഷത്രക്കാർക്ക് ആശ്വാസം ലഭിക്കുന്ന വർഷമാണ്. നിലവിൽ രോഗ ദുരിതങ്ങളൊക്കെ ഉള്ള മകയിര നക്ഷത്രക്കാർക്ക് അതിൽ ശമനം ഉണ്ടാകുന്നതാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ മകയിര നക്ഷത്രക്കാർക്ക് ഒരു പക്ഷേ വിജയിക്കാൻ സാധിക്കുന്നതാണ്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി ഉണ്ടാകുന്നതാണ്. ബന്ധുക്കൾ നിമിത്തം നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പൈതൃക സ്വത്തിന്റെയൊക്കെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിക്കാൻ കഴിയുന്ന വർഷമാണ്. കാർഷിക മേഖലയിലൊക്കെ ഏർപ്പെടുന്നവർക്ക് നേട്ടം ഉണ്ടാകുന്ന വർഷമാണ്. അകന്നു കഴിഞ്ഞിരിക്കുന്ന ബന്ധുക്കളുമായി ഒന്നിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അശ്രദ്ധ ഒഴിവാക്കേണ്ട സമയമാണ്. അശ്രദ്ധ മൂലം വീഴ്ചയും പരിക്കും ഒക്കെ പറ്റാനുള്ള സാഹചര്യം മകയിര നക്ഷത്രക്കാർക്കുണ്ട്. ശൂലഷഡ്കാദി ഫലങ്ങളിലും ദേവതാഫലത്തിലുമുള്ള ദോഷഫലങ്ങൾ നക്ഷത്രഫലം പരിശോധിക്കുമ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ആണ് പറയേണ്ടിയിരിക്കുന്നത്. ദോഷഫലങ്ങൾ ഇല്ലാതാകാനുള്ള ശ്രദ്ധയും കരുതലും എടുക്കുക. എല്ലാ മകയിര നക്ഷത്രക്കാർക്കും വരുന്ന ഒരു വിഷുവർഷക്കാലം വളരെ നല്ല ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. മറക്കാതെ തീർത്ഥയാത്ര എന്ന എൻ്റെ ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ദിവസം നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.